ശ്രീ ടി.പി. ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ കൊടിസുനിക്ക് പരോള് കിട്ടി. അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. ജയിൽ വകുപ്പ് ഇത്രയും കാലം പരോള് കൊടുക്കാതിരുന്ന ഒരാൾക്ക് ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം കൂടി വന്നപ്പോൾ പരോള് കൊടുത്തു. അതിൽ രാഷ്ട്രീയമായ തീരുമാനത്തിന് പ്രസക്തിയില്ല എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നോക്കൂ അഭിലാഷേ, ഒരു ക്രിമിനലായി ജനിക്കുകയാണെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്നവരും ആ ഭരണത്തിൽ കേസ് നടത്തുന്നതും ശിക്ഷിക്കുന്നതും ജയിൽവാസം അനുഭവിക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിലുമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കുറ്റവാളിയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അവർ ചെയ്യുന്നതും. നോക്കൂ, ഷുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3-ാം പ്രതി, ലഭ്യമായ വിവരം വെച്ച് 37ഓളം ക്രിമിനൽ കേസുകളിൽ അഭിമുഖീകരിക്കുന്ന ഒരു കൊടും കുറ്റവാളി. അദ്ദേഹം ജയിലിൽ സുഖവാസമായിരുന്നു. എനിക്ക് അത്ര നിഷ്കളങ്കമാണ് നമ്മുടെ അസ്കറുടെ വാദമെന്ന് എനിക്ക് തോന്നുന്നില്ല. അസ്കർ നോക്കൂ, അദ്ദേഹത്തിന് എന്തിൻ്റെ അസൗകര്യമാണ് ജയിലിലുള്ളത്? ജയിലിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന സൗകര്യത്തോടുകൂടെ മുറികൾ, അദ്ദേഹത്തിന് സ്വന്തമായി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, ദിവസവും മാംസാദികൾ വെച്ച് കഴിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, കേസ് കണക്കിന് മദ്യക്കുപ്പികൾ, സിഗരറ്റ് പാക്കറ്റുകൾ, വീട്ടുകാരെ കാണാനും സംസാരിക്കാനും ഡാറ്റാ സൗകര്യങ്ങളോടുകൂടിയ ഡിജിറ്റൽ ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകൾ, ജയിലിൽ നിന്നുകൊണ്ട് സാമ്പത്തിക വരുമാനം നേടുന്നതിനാവശ്യമായ ക്രിമിനൽ കുറ്റങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സംഭാഷണങ്ങൾ നടത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ജയിലർമാർ, ജയിൽ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുഴുവൻ എത്തിച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരാൾക്ക് അസ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടേ? സ്വാഭാവികമായിട്ടും വേണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. അതോടൊപ്പം നമ്മുടെ ഷുഹൈബിൻ്റെ ഉമ്മയുടെ ഭാഗത്തും ചിന്തിക്കണ്ടേ?